ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടറിയോ? കുറച്ച് സ്വീറ്റ്സ് മേടിക്കാനാണ് കേട്ടോ. സ്വീറ്റ്സ് മേടിക്കാൻ എല്ലാവരും ബേക്കറിയിലോട്ടല്ലേ പോവുക. പക്ഷെ നമ്മളത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവളെ കാണാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് സ്വീറ്റ്സ് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിത് പോകുമ്പോൾ തന്നെ നമുക്കൊരു വീട് പോലെ ഫീൽ ചെയ്യും കേട്ടോ. വല്ലാണ്ട് ക്രൗഡ് ഏരിയ ഒന്നും അല്ല. പക്ഷെ അത് ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ഒരു ഏരിയയാണ്. രാജലക്ഷ്മി സ്വീറ്റ്സ് ആണ് ഇതിൻ്റെ പേര് കേട്ടോ. അങ്ങാടി, പാലക്കാട് അങ്ങാടിയിലാണ് ഇവിടെ വരുന്നത്. മേലാമുറി മറ്റേ കർണാകി അമ്മൻ സ്കൂളൊക്കെ ഉണ്ടല്ലോ, അതാണ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ വലിയൊരു ബിൽഡിംഗ് ഒന്നുമല്ല, എന്നാലും ഒരു ഒരു എൻട്രൻസ് തന്നെ ഒരു ചെറിയൊരു ഫ്രണ്ട് ഓഫീസും പിന്നെ വരുന്ന വലിയൊരു ഓപ്പൺ സ്പേസുമാണ്. ആ ഓപ്പൺ സ്പേസിലാണ് അവർ ഉണ്ടാക്കുന്നതും കുക്ക് ചെയ്യുന്നതും എല്ലാം അവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് ലൈവായിട്ട് കാണാൻ സാധിക്കും. എങ്ങനെ ഉണ്ടാക്കുന്നത് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ അവിടെ മൈസൂർ പാവ്, പാൽക്കോവ, പിന്നെ ബാദുഷ, മൈസൂർ പാവിന് 2 ഐറ്റം ഉണ്ട്. പിന്നെ ജിലേബി ചെറിയതും ഉണ്ട് വലുതും ഉണ്ട്, ലഡു അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ട് ഇത് ചെയ്തെടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ലൈവായിട്ട് അവിടെ ഉണ്ടാക്കും. നമുക്ക് വേണ്ടത്, നമുക്ക് ഏതാണ് വേണ്ടത് വന്ന് നമുക്ക് എടുത്ത് ബില്ലാക്കാം കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഈ ചേട്ടൻ എന്നോട് ചോദിച്ചു, യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ചു കേട്ടോ. ഞാൻ വലിയ എന്തോ സംഭവമാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നാലും അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് എന്നോട് വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറഞ്ഞിട്ടോ. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ പാലക്കാട്ടുകാർ തീർച്ചയായിട്ടും ഇങ്ങോട്ട് പോകണം കേട്ടോ. ഈ ഒരു സ്വീറ്റ് ഷോപ്പിലോട്ട്, അല്ലെങ്കിൽ ഈ സ്വീറ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് തീർച്ചയായിട്ടും പോകണം. കുറച്ചധികം നമുക്ക് ഫങ്ഷനൊക്കെ വരുന്ന സമയത്ത് ഇവിടെ തന്നെ വാങ്ങിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പോയിട്ട് പറയാലോ കേട്ടോ. നമ്മൾ സാധാരണ ഒരുപാട് വർഷമായിട്ട് ഇവിടെ തന്നെ വാങ്ങിക്കാറ്. അപ്പോൾ സ്ഥലം നമ്മുടെ ഇവിടെയാണ് വരുന്നത്, അങ്ങാടിയാണ് സ്ഥലം. അപ്പോൾ അങ്ങാടി എന്ന് പറഞ്ഞാൽ തന്നെ മെയിനായിട്ട് എല്ലാം ഹോൾസെയിൽ